സർക്കാർ വൈദ്യുതി കാറ്റാടിപ്പാടം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ ടെൻഡർ ക്ഷണിച്ച UDF സർക്കാർ. പാലക്കാട് കഞ്ചിക്കോട് KSEBിയുടെ പക്കലുള്ള 225 കിലോവാട്ട് ശേഷിയുള്ള കാറ്റാടിപ്പാടമാണ് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നത്. വൈദ്യുതി ഉൽപാദനത്തിൽ KSEBിയുടെ അഭിമാനമായിരുന്ന വൈദ്യുതി ഉൽപാദന കേന്ദ്രമാണിപ്പോൾ സ്വകാര്യ മേഖലയുടെ കൈകളിലേക്ക് പോകുന്നത്. പാലക്കാട് നിന്ന് സന്തോഷ് സർലിംഗ് നമ്മളോടൊപ്പം ചേരുകയാണ്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. സന്തോഷ്, സ്വകാര്യവൽക്കരണമാണ് UDF സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമെന്ന് അവർ നേരത്തെ വ്യക്തമാക്കിയതാണ്. ആദ്യപടിയായി KSEBിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണോ സ്വകാര്യ മേഖലയുടെ കൈകളിലേക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത്? കഞ്ചിക്കോട്ടെ കാറ്റാടിപ്പാടം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ പോവുകയാണോ? ഗുഡ് മോർണിംഗ് മനു. സംസ്ഥാനത്ത് തന്നെ കേരള സർക്കാരിന്റെ കൈവശമുള്ള വൈദ്യുതി ഉൽപാദന കാറ്റാടിപ്പാടമാണ് പാലക്കാട് കഞ്ചിക്കോട്ടുള്ളത്. കാരണം ഈ വാളയാറിനപ്പുറത്ത്, പ്രത്യേകിച്ച് ഈ ചുരത്തിന്റെ ഒരു പ്രത്യേകത കാരണം വാളയാറിനപ്പുറത്ത് ഈ പൊള്ളാച്ചിയിലൊക്കെ തമിഴ്നാട് നിരവധി ഇത്തരത്തിലുള്ള വൈദ്യുതി ഉൽപാദന കാറ്റാടിപ്പാടങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ അത് കണ്ടുകൊണ്ടാണ് നമ്മളും 1995 അതിന് തൊട്ട് ഇപ്പുറത്ത് തന്നെ കഞ്ചിക്കോട് അത്തരത്തിൽ സ്ഥാപിക്കാം എന്ന് തീരുമാനിച്ച് 35 ഏക്കറിൽ കാറ്റാടി പാടങ്ങൾ സ്ഥാപിച്ചത്. 258 കിലോവാട്ട് കൂടിയാണ് നമ്മുടെ പദ്ധതിയൊക്കെ പ്ലാനൊക്കെ ആയിരുന്നു. അതങ്ങനെ മുന്നോട്ട് പോവുകയുമാണ്. സ്വാഭാവികമായും അന്ന് സ്ഥാപിച്ച ഈ യന്ത്രങ്ങളുണ്ടല്ലോ, റീലുകൾ, ഇതിന്റെയൊക്കെ കാലാവധി 25 വർഷമാണ്. അത് 2020 കഴിയുകയും ചെയ്തു. ഇനി അത് ഒന്നുകിൽ പുനർനിർമ്മിക്കുക അല്ലെങ്കിൽ പുതിയത് സ്ഥാപിക്കുക എന്നതാണ് വേണ്ടി വരുന്നത്. പക്ഷെ അതിന്റെ ചിലവ് ചൂണ്ടിക്കാണിച്ചാണ് ഈ 35 ഏക്കർ അപ്പാടെ തന്നെ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ KSEB തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് ബോർഡ് നേരത്തെ തന്നെ ഇതുമായി മുന്നോട്ട് ചർച്ചകളൊക്കെ നടന്നിരുന്നതാണ്. പക്ഷെ അപ്പോഴും ഇത് ഈ ബോർഡിന് കീഴിൽ തന്നെ നിലനിർത്തണം എന്നായിരുന്നു എല്ലാവരുടെയും ഒരു ആവശ്യം. കാരണം അത് വലിയ രീതിയിൽ ലാഭമുണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ്. പാരമ്പര്യേതര ഊർജ്ജത്തിന് അപ്പുറത്തേക്ക് ഊർജ്ജ ഉൽപാദനത്തിലുള്ള ഒരു വഴിയാണ്. നമുക്കറിയാം ഈ വൈദ്യുതി നിർമ്മാണമൊക്കെ വരുന്നതിന് മുമ്പാണ് ഇത് സ്ഥാപിച്ചത്. അപ്പൊ നല്ല രീതിയിൽ വൈദ്യുതി കിട്ടി. അതിനുശേഷമൊക്കെയാണ് നമ്മൾ ജലത്തിൽ നിന്നല്ലാതെ മറ്റു വൈദ്യുതി രീതികളൊക്കെ സജീവമായി മാറുകയൊക്കെ ചെയ്തത്. അപ്പൊ ഇത് വീണ്ടും ഒന്ന് പുതിയ യന്ത്രങ്ങൾ സ്ഥാപിക്കുകയോ ജനറേറ്റർ സ്ഥാപിക്കുകയോ ചെയ്യുന്നത് പോലും വലിയ നഷ്ടമല്ല. കാരണം ഇത് 20-25 വർഷത്തേക്ക് നിരന്തരം വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കൂടുതൽ കാറ്റാടി പാടങ്ങൾ വേണമെങ്കിൽ അവിടെ സ്ഥാപിക്കാവുന്നതാണ്. ആ 35 ഏക്കർ അങ്ങനെ കാര്യം ഉപയോഗിക്കാം. പക്ഷെ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം എന്നുള്ളത് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി കുറഞ്ഞ വിലയ്ക്ക് സംസ്ഥാനത്തിന് തന്നെ മടക്കി നൽകും എന്നതാണ്. പക്ഷേ ഇതിനപ്പുറം മറ്റൊരു കാര്യം, ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ റേറ്റ് നിശ്ചയിക്കാൻ പലപ്പോഴും ഈ സ്വകാര്യ മേഖലയ്ക്ക് കഴിയും എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. എന്തായാലും അത് നമുക്ക് തന്നെയാണ് ലഭിക്കുക. അതിനിടയിൽ ഒരു ഇടനിലക്കാരനുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ KSEB തന്നെ പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കുന്ന നീക്കം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് തടഞ്ഞാണ്. പക്ഷെ ഇപ്പൊ KSEBിയുടെ കീഴിലുള്ള വസ്തുക്കൾ ഓരോന്നായി സ്വകാര്യവൽക്കരിച്ച് സ്വാഭാവികമായും ഇതൊരു പൂർണ്ണ സ്വകാര്യവൽക്കരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് ഇപ്പോഴത്തെ ലക്ഷ്യമെന്നാണ് ഈ നീക്കം കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, ടെൻഡർ ക്ഷണിച്ചു കഴിഞ്ഞോ? നേരത്തെ തന്നെ ഈ പ്രോജക്ട് KSEB ഇലക്ഷൻ സമയത്ത് വളരെ സജീവമായിരുന്നു. കാരണം ബോർഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇത് ചെയ്യാൻ കഴിയും. ബോർഡ് അധ്യക്ഷ സ്ഥാനത്ത് മന്ത്രിയാണല്ലോ. പക്ഷെ ഇപ്പൊ അതില്ലാത്തത് കൊണ്ട് അവരുടെ തന്നെ ചെയർമാന്റെ നേതൃത്വത്തിൽ ആ നീക്കങ്ങളൊക്കെ സജീവമായി ഇലക്ഷൻ സമയത്ത് നടത്തിയിരുന്നു. കാരണം അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന സർക്കാർ ഇത് കാര്യമാക്കി മുന്നോട്ട് കൊണ്ടുപോയില്ല. ഇങ്ങനെ ഒരു പ്രോജക്ട് ഉണ്ടെങ്കിലും അതിന് അത്ര സജീവമായി മുന്നോട്ട് കൊണ്ടല്ലോ. പക്ഷെ ഇലക്ഷൻ സമയത്ത് വീണ്ടും കൊണ്ടുപോയി. അത് പുതിയ സർക്കാർ അധികാരമേറ്റ് ഉടൻ തന്നെ അതിന് അപ്രൂവൽ വാങ്ങിക്കുകയും ടെൻഡർ നടപടികളിലേക്ക് കടക്കുകയും ക്ഷണിക്കുകയൊക്കെ ചെയ്തിരിക്കുകയാണ്. ശരി, ഏതായാലും നമ്മുടെ സംസ്ഥാനത്തിന്റെ അഭിമാനമാകേണ്ട ഒരു പദ്ധതിയാണ്, ഒരു സംവിധാനമാണ് ഇപ്പോൾ സ്വകാര്യ മേഖലയുടെ കൈകളിലേക്ക് തീരെഴുതാൻ UDF സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാറ്റാടിപ്പാടം, അതിലൂടെ വൈദ്യുതി ഉണ്ടാക്കുന്ന സംവിധാനം, അതിപ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ വേണ്ടി ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നു എന്നതാണ്. ഇതൊരു തുടക്കം മാത്രമാണ് കേട്ടോ. ഇനി എല്ലാ മേഖലകളിലും ഈ സ്വകാര്യവൽക്കരണം ഇങ്ങനെ കയറി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം പൊതുമേഖലയോട് പണ്ടേ അലർജിയാണല്ലോ കോൺഗ്രസിനും. അതുപോലെ തന്നെയാണല്ലോ അതിന്റെ മറ്റൊരു ഭാഗമാണല്ലോ BJP. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കോൺഗ്രസ് തുടങ്ങി വെച്ചത് BJP അതിന്റെ തുടർച്ചയിൽ കൂടുതൽ ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണല്ലോ ഇന്ന് രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ നമ്മുടെ KSEBിയിലേക്ക് സ്വകാര്യവൽക്കരണം കടന്നു വരികയാണ്. വൈദ്യുതി മന്ത്രി ഇതുവെല്ലാം അറിയുന്നുണ്ടോ ആവോ എന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ.